ഇനി നമ്മുടെ ഏറ്റവും നമ്മൾ അത്ഭുതത്തോടെയും ആവേശത്തോടെയും കാണുന്ന കാര്യം ആർട്ടിമിസ് 2 ചാന്ദ്ര ദൗത്യം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ചന്ദ്രന് ഏറ്റവും അരികിലേക്ക് ഒറൈൻ പേടകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രനിൽ നിന്ന് ഇപ്പോൾ 51,900 കിലോമീറ്റർ അകലെ മാത്രമാണ് ഒറൈൻ പേടകം. പ്രജിൻ സി കണ്ണൻ സയൻസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി അപ്ഡേറ്റ് ചെയ്യുന്നു. പ്രജിൻ, ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ നേടാവുന്ന വിസ്മയങ്ങൾ ഒന്നായിട്ട് ഒറൈൻ പേടകം മാറിക്കൊണ്ടിരിക്കുന്നു. വിവരങ്ങൾ തീർച്ചയായിട്ടും എസ്കെൻ, അത് തന്നെയാണ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ശാസ്ത്രത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപക്ഷെ വിദ്യാർത്ഥികൾ കൂടുതലായി ഇനി ഞാൻ പറയുന്ന സമയങ്ങൾ പ്രത്യേകമായി നോട്ട് ചെയ്തോളൂ. വളരെ വളരെ ക്രൂഷ്യലാണ്. ഏറ്റവും നാഴികക്കല്ലായി മാറാൻ പോകുന്ന, ശാസ്ത്രരംഗത്ത് നാഴികക്കല്ലായി മാറാൻ പോകുന്ന സമയങ്ങൾ ഇതാ ഇന്ന് രാത്രി തൊട്ട് വരാൻ പോവുകയാണ്. നാളെ പുലർച്ചെ ഏതാണ്ടൊരു 7 മണിവരെ നിൽക്കുന്ന സമയത്താണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രപരമായ ആ സംഭവം നടക്കാൻ പോകുന്നത്. പറഞ്ഞു വരുന്നത് നേരത്തെ എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നാസയുടെ ചന്ദ്ര ദൗത്യം ആർട്ടിമിസ് 2-ന്റെ മുന്നോട്ടുള്ള കുതിപ്പാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചന്ദ്രൻ ഏറ്റവും അരികിലേക്ക് മനുഷ്യർ എത്താൻ പോകുന്നു എന്ന നാഴികക്കല്ല് പിന്നിടാൻ ഇനി കേവലം മണിക്കൂറുകൾ മാത്രം. ഇന്ന് രാത്രി കൃത്യം 11:26 രാത്രി 11:26 ഒരുപക്ഷെ ഭൂമിയിൽ നിന്നും മനുഷ്യർ എത്ര അകലേക്ക് പോയിട്ടുണ്ടോ ആ റെക്കോർഡ് മറികടക്കാൻ പോകുന്നത് നമ്മുടെ ആർട്ടിമിസ് 2 സംഘം. ഒറൈൻ എന്ന പേടകം, ആ പേടകത്തിലേറി പോകുന്ന 4 പേർ, ഈ മിഷന്റെ കമാൻഡർ കൂടിയായ റീഡ് വൈസ്മാൻ, 2 പൈലറ്റ് വിക്ടർ ഗ്ലോവർ, 3 മിഷൻ സ്പെഷ്യലിസ്റ്റായ ക്രിസ്റ്റീന കോച്ച്, മറ്റൊരു മിഷൻ സ്പെഷ്യലിസ്റ്റ് ജെറമി ഹാൻസൻ. ഇവർ 4 പേരാണ് ഒറൈൻ എന്ന പേടകത്തിൽ കയറി ചന്ദ്രനിലേക്ക് പോകുന്നത്. 11:26 1970 അന്ന് അപ്പോളോ 13 സംഘം സഞ്ചരിച്ച ദൂരത്തേക്കാൾ കൂടുതലായി ആ പരിധി മറികടന്ന് ചന്ദ്രനിലേക്ക് എത്തും നമ്മുടെ ആർട്ടിമിസ് 2 സംഘം. അത് ഒന്നാമത്തെ നാഴികക്കല്ല്. പിന്നീട് 12:15 ചാന്ദ്ര നിരീക്ഷണം. നഗ്നനേത്രങ്ങൾ കൊണ്ടും നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയ ആ പേടകത്തിലെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചന്ദ്രന്റെ നിരീക്ഷണം ആരംഭിക്കാൻ പോകുന്നത്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന നിരീക്ഷണമാണത്. ഇനി ഓർക്കുക, മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. 12:30 കൂടി തന്നെ നമ്മൾ ഇപ്പോൾ കാണുന്ന ചന്ദ്രൻ, ഈ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കാണുന്നത്. മറുഭാഗത്തെക്കുറിച്ച് നമുക്കറിയില്ല. നമ്മുടെ പേടകം എന്ന് പറഞ്ഞാൽ നാസയുടെ പേടകം ഒറൈൻ എന്ന ഈ പേടകം ചന്ദ്രന്റെ മറുഭാഗത്തേക്ക് സഞ്ചരിക്കും. 12:30 ആ സംഭവം നടക്കും. പിന്നീട് ഒരുപക്ഷെ ഭൂമിക്കും ചന്ദ്രനും അപ്പുറമാണ് ഈ ഒറൈൻ പേടകത്തിന്റെ സ്ഥാനം ഉണ്ടാവുക. അതായത് ഒറൈൻ പേടകത്തിനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരും. ആ സമയത്ത് ഏതാണ്ട് 45 മിനിറ്റോളം നേരം, കൃത്യമായി പറഞ്ഞാൽ 44 മിനിറ്റ് നേരം ഒരു കമ്മ്യൂണിക്കേഷനും ഒറൈൻ പേടകവുമായി ഉണ്ടാവില്ല എന്നത് വളരെ വളരെ ക്രൂഷ്യലാണ്. ഭൂമിയിലേക്ക് അവിടെ നിന്നുള്ള ഡീപ്പ് നെറ്റ്വർക്കിലെ സിഗ്നലുകൾ എത്തില്ല എന്നത് സുപ്രധാനമാണ്. ആ 44 മിനിറ്റാണ് ഏറ്റവും അരികിലേക്ക്, ചന്ദ്രന്റെ ഏറ്റവും അരികിലേക്ക് നമ്മുടെ പേടകം എത്താൻ പോകുന്നത്. 6420 കിലോമീറ്റർ മാത്രം ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്നും ആ പേടകം അപ്പോൾ ഉണ്ടാകും. അത് 12:30 കൂടി സംഭവിക്കും. പിന്നീട് 44 മിനിറ്റ് നേരത്തേക്ക് യാതൊരു കമ്മ്യൂണിക്കേഷനും ആ പേടകവുമായി ഭൂമിയിലെ കൺട്രോൾ സെന്ററിൽ ഉണ്ടാവില്ല. പിന്നീട് വീണ്ടും തിരികെ മാറി ഒരു വട്ടം കൂടി ചന്ദ്രനെ വലം വെച്ച് ആ പേടകം പുറത്തേക്ക് വരും. ആ സമയത്തൊക്കെ എടുക്കാൻ പോകുന്ന ചിത്രങ്ങൾ, പകർത്താൻ പോകുന്ന ദൃശ്യങ്ങൾ ഏറ്റവും മികവാർന്ന ദൃശ്യങ്ങളായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി, ചന്ദ്രന്റെ ഈ ഗർത്തങ്ങളുടെ കാരണങ്ങളൊക്കെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കാവുന്ന ഒരു പ്രോസസ്സാണ് നടക്കാൻ പോകുന്നത്. മണിക്കൂറുകൾ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഏതാണ്ട് പുലർച്ചെ ഒരു 7 മണിയോടുകൂടി മാത്രമേ ഈ കംപ്ലീറ്റ് ചന്ദ്ര നിരീക്ഷണം, ലൂണാർ ഒബ്സർവേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അതിനിടയിൽ ഒരു ചന്ദ്രഗ്രഹണവും 2 സൂര്യഗ്രഹണങ്ങളും കാണാനുള്ള ഭാഗ്യം കൂടി ഈ ഗവേഷകർക്കുണ്ട്, അല്ലെങ്കിൽ ഈ 4 യാത്രികർക്കുണ്ട് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. പിന്നീട് ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിക്കുകയും ചെയ്യും. ഏപ്രിൽ 10 അമേരിക്കൻ ടൈമാണ് പറയുന്നത്. നമ്മൾക്കിവിടെ ഏപ്രിൽ 11 ആയിരിക്കും അവർ തിരികെ ഭൂമിയിലേക്ക് എത്തുക. പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്ത് ഇറങ്ങുമ്പോഴായിരിക്കും. ഈ പേടകത്തിൽ ഒരുപാട് പേരുടെ പേരുകൾ ഉണ്ടെന്ന് പറയുന്നത്. പ്രജിന്റെ പേരുമെല്ലാം അവിടെ കാണാൻ ഉണ്ടായിരുന്നോ? അത് നാസ മുന്നോട്ട് വെച്ചൊരു ആശയമായിരുന്നു. ഇതൊരു വലിയ ദൗത്യമാണ്. 1/2 നൂറ്റാണ്ടിന് ശേഷമാണ് മനുഷ്യർ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു അത്രമാത്രം സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഈ സയൻസ് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ബഹിരാകാശ സയൻസ് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഇത്തരം ദൗത്യങ്ങൾ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ആർക്കും ഏതൊരാൾക്കും വേണമെങ്കിൽ അവരുടെ പേരുവിവരങ്ങൾ നൽകിക്കഴിഞ്ഞാൽ നാസ അതൊരു മൈക്രോ ചിപ്പിലാക്കി ആ പേരുവിവരങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും എന്നൊരു ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് നാസയുടെ ആ ലിങ്ക് ഉപയോഗിച്ച് അതിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ പേരും അവിടെ ഈ പറയുന്ന ചിപ്പിലൂടെ ചന്ദ്രനിലെത്തുന്നില്ല, ചന്ദ്രന് ചുറ്റും ഒന്ന് കറങ്ങി ഭൂമിയിലേക്ക് വരുന്നു എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ
ഭാഗമാകാൻ എനിക്കും കഴിഞ്ഞു എന്നുള്ളതാണ് എസ്കേൻ. അപ്പോ ഇനിയിപ്പോ പ്രജിന്റെ പേര് പ്രജിൻ സി കണ്ണൻ ചന്ദ്രൻ ഫെയിം എന്ന് നമ്മൾ ഇടേണ്ടി വരുമോ? എനിവേ താങ്ക് യു. നമ്മുടെ പ്രതാപചന്ദ്രൻ സിനിമ പറഞ്ഞ് എനിക്കങ്ങ് ഡൽഹി വരെ പിടിയാണെന്ന് പറഞ്ഞാൽ എനിക്കിനി അങ്ങ് ചന്ദ്രൻ വരെ പിടിയാണെന്ന് പറയേണ്ടി വരുമല്ലോ. എന്തായാലും കസറി അത്. ഓക്കെ, നല്ല കാര്യം. താങ്ക് യു പ്രജിൻ സി കണ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.